എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ് അവൽ മോദകം. ഇത് വളരെ ഹെൽത്തിയാണ്. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 2 കപ്പ് ചെമ്പ അവൽ, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 കപ്പ് ശർക്കര, 2 ടീസ്പൂൺ എള്ള്, കുറച്ച് കശുവണ്ടി നുറുക്കിയത്, കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് പഞ്ചസാര. ഇനി ആവശ്യമുള്ളത് നെയ്യും ഏലക്കാപ്പൊടിയാണ്. ആദ്യം ഈ ശർക്കര ഒന്ന് ഉരുക്കി പാനിയാക്കി അരിച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ആദ്യം അവലും തേങ്ങയും കൂടെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ അവലും തേങ്ങയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അവലും തേങ്ങയും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുമിച്ച് പൊടിക്കാൻ പാടാണെങ്കിൽ 2 തവണയായിട്ട് പൊടിച്ചെടുത്താൽ മതി. പാത്രം ചൂടായതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കശുവണ്ടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കിസ്മിസും, ഇതിലേക്ക് ഉരുക്കി വെച്ചിരുന്ന ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള അവലും തേങ്ങയും കൂടി ഇടാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള എള്ള് കൂടി ചേർക്കാം. എള്ള് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഇതും ഓപ്ഷണലാണ്. ഈ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കശുവണ്ടിയും കൂടെ ചേർക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അവൽക്കൂട്ട് ഇനി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതുപോലുള്ള ബോളുകളാക്കുക. കൂട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി.
ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയിലിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ പഞ്ചസാരയിൽ കോട്ട് ചെയ്യണമെന്നില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ആണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ അവൽ മോദകം റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള 12 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനുള്ള സ്നാക്കായിട്ടും അവർ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ ചായയുടെ ഒപ്പവും കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.